ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടും ലേണേഴ്സ് ലൈസൻസിനെ കുറിച്ചിട്ടുമുള്ള ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത്, ലേണേഴ്സ് പുതുക്കി കഴിഞ്ഞാൽ ഏത് നമ്പർ വെച്ചിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ബുക്ക് ചെയ്യുക? പഴയ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ഡേറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലേണേഴ്സ് ലൈസൻസ് പുതുക്കിയതിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടുന്നത്? പുതിയ ലേണേഴ്സിൻ്റെ ഫ്രം ഡേറ്റിൽ 30 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. 30 ഡേയ്സിന് ശേഷമുള്ള ഡേറ്റ് മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലേണേഴ്സ് ഡേറ്റ് കഴിയുന്നതിന് മുൻപ് പുതുക്കാൻ പറ്റുമോ എന്നാണ്. ലേണേഴ്സ് എപ്പോഴാണോ കഴിയുന്നത് ആ കഴിയുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ നമുക്ക് ലേണേഴ്സ് പുതുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, 23/7/2025 ലേണേഴ്സ് കഴിയുന്നതെങ്കിൽ 24/7/2025 മുതൽ നമുക്ക് ലേണേഴ്സ് പുതുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലേണേഴ്സ് പുതുക്കുവാൻ ആദ്യം ഐ ടെസ്റ്റ് എടുക്കണോ എന്നാണ്. ലേണേഴ്സ് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇടുക. ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം അതിൽ തന്നെയാണ് നമ്മൾ ഐ ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഫോം 1യും ഐ ടെസ്റ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 90 ഡേയ്സ് അവൈലബിൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡേറ്റ് ഓപ്പൺ ആകാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഡേറ്റ് ഓപ്പൺ ആയതിനു ശേഷം ടൈം കഴിഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലേണേഴ്സിന് ഡേറ്റ് എടുത്തതിന് ശേഷം എക്സാമിന് പോകുമ്പോൾ എടുക്കേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണ്? ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഏത് ഡോക്യുമെൻറ്റ്സ് ആണോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ്, അക്നോളജ്മെൻറ്റ് പ്രിൻ്റ്, ഐ ടെസ്റ്റ്, ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായാൽ പിന്നെ ഡേറ്റ് കിട്ടുന്നത് എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ. 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് മാത്രമാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 2 വീലർ പാസ്സായി 4 വീലർ ഫെയിലായാൽ പിന്നെ ടെസ്റ്റിന് പോകുമ്പോൾ 2 വീലർ കൂടെ ടെസ്റ്റ് കാണിക്കണോ? 2 വീലർ പാസ്സായാൽ അടുത്ത തവണ പോകുമ്പോൾ 2 വീലറിന് ടെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പാസ്സായാൽ പിന്നെ ടെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലേണേഴ്സ് പുതുക്കിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്? പുതിയ ലേണേഴ്സ് അപ്രൂവ് ആയി എന്നുള്ള മെസ്സേജ് വരും. ലേണേഴ്സ് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. DL സ്ലോട്ട് എൻക്വയറിയിൽ പോയി നോക്കി പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്.